എന്താണ് ഇവൻ ഈ കാണിച്ചേക്കണ? പ്ലാസ്റ്റിക് കൂടായിരുന്നു. പ്രസിഡന്റ് കൺവീനർ മെമ്പറൊക്കെ ഉണ്ടല്ലോ. അതെ സുഗത, ഒന്നുകൂടെ വന്നേ. ഒരു കാര്യം പറയാനുണ്ട്. പിരിവൊന്നും അല്ലടോ. ഇവിടെ എന്ത് തോന്നിയാസോണ് സുഗത നിങ്ങളൊക്കെ കാണിക്കണത്? എന്തുട്ടാ ഈ രാജ്യം കുട്ടിച്ചോറാക്കാൻ ഇറങ്ങിയൊക്കെയാണോ നിങ്ങളൊക്കെ കൂടി? ഞാനാ പിന്നെ രാജൻ കുട്ടിച്ചോറക്ക്. ഇവിടെ എന്ത് പ്ലാസ്റ്റിക് കിറ്റ് ഹോൾസെയിലായിട്ട് വിൽക്കണ്ട നിങ്ങള്? ഇല്ല ഇല്ലേ? 1-ാം തീയതി വരെ ഉണ്ടായിരുന്നു. 1-ാം തീയതി ശേഷം നിയമം മാറിയല്ലോ. അപ്പൊ പ്ലാസ്റ്റിക് കിറ്റ് ഒഴിവാക്കി. പ്ലാസ്റ്റിക് എന്ന് പറഞ്ഞാൽ എല്ലാം നിരോധിച്ചിട്ടുണ്ട്. ഇതൊന്നും വിൽക്കാൻ പാടില്ല. അതെ കൺവീനർ ഒന്ന് പറഞ്ഞു. സുഗത, അതായത് ഞങ്ങളിപ്പോ കുറെ ആളുകളൊക്കെ കണ്ട് ബോധവൽക്കരണം നടത്തിയിട്ടാണ് വരണേ. കൂട്ടത്തില് ഞങ്ങൾ മൊയ്തൂനിയും കണ്ട് നമ്മുടെ മീൻ കച്ചവടക്കാരൻ മൊയ്തു പോയി. അപ്പൊ ഓനാണ് പറഞ്ഞു ഓനക്ക് മീൻ പൊഴിഞ്ഞു കൊടുക്കാനുള്ള കവറ് മേടിക്കണത് സുഗതന്റെ വീഡിയോന്നാണ്. അത് പഴയത് സ്റ്റോക്ക് ഉണ്ടായിരുന്നാണ്. ലാസ്റ്റ് ആയിരുന്നു, കൊടുത്തു തീർന്നു. ആയിക്കോട്ടെ, ഇല്ല പഴയതായാലും പുതിയതായാലും ഇനി വിൽക്കാൻ പാടില്ല. ഇല്ല, നിർത്തി. ഇനി പ്ലാസ്റ്റിക് ഇട്ട് കൊടുക്കൂല. അത് മാത്രല്ല, പിന്നെ ഈ നിരത്തി വെച്ചിട്ടുള്ള ഈ മിഠായികൾ ഇട്ട് വെച്ചിട്ടുള്ള ഈ കുപ്പികളുണ്ടല്ലോ, ഇതൊക്കെ മാറ്റിയിട്ട് പഴയ കാലത്തുള്ള ചില്ലുകുപ്പിയുടെ ഭരണി ഉണ്ടല്ലോ, ആ ഭരണിയിൽ വേണം ഈ മിഠായികളൊക്കെ ഇട്ട് വെക്കാൻ. അല്ല, ഇവിടെ മുമ്പ് ചില്ല് ഭരണി ഉണ്ടായിരുന്നു, അതിന് അടപ്പുണ്ടായിരുന്നു. പക്ഷെ അതൊക്കെ പൊട്ടിപ്പോയി പുതിയത് മേടിക്കണം. നാട് നശിപ്പിക്കാൻ പാടില്ല നമ്മള്. അപ്പൊ ചില്ലിന്റെ കുപ്പി അത് ഈയാക്കണം. അതേമാതിരി ഇതാ ഈ കാണുന്നതായിട്ടുള്ള സകലമാന മാറാപ്പുകളും ഇവിടുന്ന് മാറ്റണം. എന്ത്? ഈ കാണുന്ന സകലമാന മാറാപ്പുകളും ഇജ്ജ് മാറ്റിയിട്ട് എന്താ കൺവീനർ മാറാപ്പോ? അതെ, അതങ്ങോട്ട് ചങ്ക് ഇറങ്ങിയിട്ട് ഇജ്ജ് പറഞ്ഞാൽ മതി. ഇത് പറയും ഈ കാണുന്ന മാറാപ്പുകളൊക്കെ, അതായത് അതിന്റെ പേര് പെട്ടെന്ന് പറയാൻ കിട്ടാണ്ടാണ്, ഇതൊന്നും വായിക്കാൻ കിട്ടൂല. ഇതൊക്കെ ഈ വക സാധനങ്ങളൊക്കെ ഇനി വേറെ എന്തെങ്കിലും ഒരു പൊതിയിലാക്കുക. പ്ലാസ്റ്റിക് പറ്റൂല. ഇത് ഞങ്ങൾ ചെയ്യണല്ലോ, ഇത് കമ്പനി ഇറക്കണല്ലേ. അതാണ്. അതായത് വലിയ വലിയ കുത്തക കമ്പനികളുടെ കയ്യാളുമാരാണ് നിങ്ങളെ പോലുള്ള ആൾക്കാർ. ഇത്തരം വിഷയങ്ങളൊക്കെ നമ്മൾ ഉണ്ണീനെ കൊണ്ട് സംസാരിപ്പിക്കണമെന്ന് ഇയാളോടൊക്കെ. ആഗോളവൽക്കരണത്തിന്റെയും കമ്പോളവൽക്കരണത്തിന്റെയും നവലിവർ ആശയം കൂടെ പൊരുത്തപ്പെടാൻ പറ്റാത്ത ഈ പ്ലാസ്റ്റിക് നമ്മുടെ നാടിനാവത്ത്, നമ്മുടെ രാജ്യത്തിനാവത്ത്, നമ്മുടെ ഇന്ത്യക്കാവത്ത് എന്ന് ഞാൻ പറഞ്ഞാൽ എന്ന് പറഞ്ഞ ഈ കോടേന്റെ കമ്പി എന്റെ അണ്ണാക്കിലേക്ക് അങ്ങോട്ട് കുത്തി കയറ്റു. നിന്താണ് അവിടെ കുത്തിരുന്നേ. ഒരു ചായ കുടിക്കാൻ കിട്ടിക്കോട്ടെ വെച്ചിട്ടാണ് കൂടെ കൊണ്ടു നടക്കുന്നത്. ഞാൻ പറഞ്ഞത് എന്തൊക്കെ തെറ്റുണ്ടാ? നീ പറഞ്ഞത് മുഴുവൻ കറക്റ്റ്. പക്ഷെ ഇവർക്ക് ബുദ്ധിയില്ലല്ലോ, മനസ്സിലാവില്ലല്ലോ. പ്രസിഡന്റെ, അപ്പൊ നമുക്ക് ആ കാര്യത്തിലേക്കാണ് കിടക്കാം. കാര്യത്തിൽ കിടക്കാം. ഞാൻ ഇപ്പൊ എന്തുട്ട് ചെയ്യണ്ടേ? ഈ ജാതി കച്ചവടമൊക്കെ അങ്ങനെ നിർത്തിക്കാളി. പിന്നെ എന്റെ കുടുംബം നോക്കോ? അതല്ല സുഗത ഞാൻ ഉദ്ദേശിച്ചതേ. അനക്കിപ്പോ ഈ ജാതി സാധനങ്ങളാണ് വേറെ എന്തൊക്കെ സാധനങ്ങൾ കച്ചവടം ചെയ്യാ? എന്തുട്ടേ? ഏതാ വായം കഴിഞ്ഞ്, വാഴപ്പിണ്ടി, വാഴപ്പഴം, വായന്റെ ഇല, അങ്ങനെ എന്തൊക്കെ സാധനങ്ങൾ വായമ മാത്രണ്ട്. എന്ത് വായിക്ക നിങ്ങൾ പറഞ്ഞത്? അതല്ലടോ, നമുക്കിപ്പോ ഈ പൊയിഞ്ഞു കൊടുക്കാൻ പറ്റുന്ന ജാതി ഒരുപാട് സാധനങ്ങളുണ്ടല്ലോ, അതൊക്കെ എനിക്ക് കച്ചവടം ചെയ്യാലോ. അല്ല, അതൊക്കെ ഞാൻ കച്ചവടം ചെയ്യാം. ഈ വക സാധനങ്ങളൊക്കെ ഈ കവർ മാറ്റിട്ടേ പൊയിഞ്ഞു കൊടുക്കുന്ന രീതിയിൽ കമ്പനിയോട് ഇറക്കാൻ പറ. അപ്പൊ ഞാൻ കൊടുത്തോളാം. പ്രസിഡന്റ്, ഇയാൾക്ക് കാര്യങ്ങൾ മനസ്സിലായിട്ടില്ല. ക്ലാസ്സിലൊന്ന് പങ്കെടുക്കാൻ പറയാം. അതെ സുഗത, ഈ പ്ലാസ്റ്റിക് നിരോധനത്തിന്റെ ആവശ്യകതകളെ കുറിച്ചിട്ടൊക്കെ ആളുകളെ ബോധവൽക്കരിക്കുന്നതിനുള്ള ഒരു ബോധവൽക്കരണ ക്ലാസ് നമ്മുടെ ഹെൽത്ത് ഇൻസ്പെക്ടറുടെ നേതൃത്വത്തിൽ നമ്മൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. അല്ലേ, ഞായറാഴ്ച വെച്ചാൽ മതിട്ടാ. ഞായറാഴ്ചയാണ് വെച്ചിട്ടുള്ളത്. അതൊക്കെ അങ്ങനെ തന്നെ വെക്കുള്ളൂ. അല്ല, അതെന്തായാലും ഞാൻ വരുന്നുണ്ട്. കാര്യങ്ങൾ എന്തൊക്കെ തീരുമാനിച്ചത് നമുക്ക് അറിയണല്ലോ. അപ്പൊ ഇനിയൊരു കാര്യം, ഇനി മേലാക്കാം ഈ ജാതി പ്ലാസ്റ്റിക്കിൽ പോഞ്ഞ വല്ല സാധനങ്ങളും വിറ്റു എന്ന് ഞാൻ അറിഞ്ഞാല് ജയിലഴി എണ്ണണ്ട ഒരു നിർത്തി. നമ്മളൊരു കാര്യം തീരുമാനിച്ചു ഇനി അങ്ങനെ കൊടുക്കില്ല. കാര്യങ്ങൾക്ക് അതിൻ്റെതായ ഗൗരവമുണ്ട്. ആയിക്കോട്ടെ, അപ്പൊ നിങ്ങൾ നടന്നോളൂ. എനിക്കൊരു സാധനം മേടിക്കാണ്ട്. അങ്ങടാണ് പോണ്ടായി. അവിടെ തന്നെ ഇപ്പൊ വന്നായി. ഒരു വകതിരിവില്ലാത്ത സാധനങ്ങളും കൊണ്ടാണ് ഞാൻ നടത്തുന്നത്. അതെ, ഇക്കട ഈ ചെക്കന്മാർ കുട്ടികൾ കഴിക്കണ എന്തൊരു കുറുകുറു പറഞ്ഞിട്ടൊരു സാധനം ഉണ്ടല്ലോ, കുറുകുറുവിന്റെ എന്തൊരു മറ്റേ അതാ അങ്ങനെ തന്നെ ഇതാടാ. എന്തെങ്കിലും ഒന്നും മതി. അവറ്റൊക്കെ എന്തെങ്കിലും കൊണ്ടായില്ലെങ്കിൽ പിന്നെ ആകെ ഒരു സാധനം അത് തന്നെ. അല്ല, ഒരു മിനിറ്റ്. എന്താണ് എന്താ പറഞ്ഞത്? എന്താണ് അല്ലാതെ കുട്ടികൾക്ക് കൊടുക്കണ്ടേ? ഈ നിമിഷം മുതൽ ഈ വക പ്ലാസ്റ്റിക് സാധനങ്ങള് സുഗതന്റെ കടയിൽ നിന്ന് കിട്ടില്ല. നിർത്തി. കൺവീനർ പറഞ്ഞ അതിന്റെ അപ്പുറമില്ല. 10 രൂപ.
അല്ല ഈ പ്ലാസ്റ്റിക് ഒക്കെ പെറുക്കിയിട്ട് എന്ത് ചെയ്യാൻ പോണേ? പ്ലാസ്റ്റിക് പറക്കിട്ടാ ആ വിൽക്കാൻ പോണ്. ദൈവമേ, അപ്പൊ ചേട്ടനൊന്നും അറിഞ്ഞില്ലേ? എന്ത് പ്ലാസ്റ്റിക് വിൽക്കാൻ പാടില്ല. ഇതാരാണിത് പറഞ്ഞത്? സത്യമായിട്ടും അതെ, ഇപ്പൊ പുതിയ നിയമം ഉണ്ടെന്ന്. നിയമോ? ആ, ഈ ജാനുവരി തൊട്ട് പ്ലാസ്റ്റിക് നിരോധനം നിലവിൽ വന്ന്. ആ, അപ്പൊ ഇനി ചേട്ടൻ പ്ലാസ്റ്റിക് വിൽക്കണ കണ്ടിട്ടുണ്ടെങ്കിലുണ്ടല്ലോ, ആദ്യത്തെ തവണ കാണുമ്പോ 10,000 രൂപ പിഴ. പിന്നെയും കൊണ്ട് വിൽക്കണ കണ്ടുപിടിച്ചിട്ടുണ്ടെങ്കിൽ 25,000 രൂപ പിഴ. ആ, പിന്നെയും കൊണ്ട് വിൽക്കണ കണ്ടിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ 50,000 രൂപയാണ് പിഴ. ആ, കണ്ണി കണ്ട പ്ലാസ്റ്റിക് ഒക്കെ പെറുക്കി നടക്കേ, വേറൊരു പണിയില്ല ഈ വയസ്സാം കാലത്ത്. ബഹുമാനപ്പെട്ട ഹെൽത്ത് ഇൻസ്പെക്ടർ മന്മഥൻ സർ, മാലിന്യ കൺവീനർ, അല്ല സോറി, പ്ലാസ്റ്റിക് നിർമ്മാർജ്ജന കമ്മിറ്റി കൺവീനർ ജനാബ് കോയ സാഹിബ്, വാർഡ് മെമ്പർ പ്യാരിജാദൻ, മറ്റ് സുഹൃത്തുക്കളെ. അപ്പോൾ ഈ പ്ലാസ്റ്റിക് നിരോധനത്തിൻ്റെ ആവശ്യകത നിങ്ങളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയിട്ട്, നിങ്ങളെ അഭിസംബോധന ചെയ്യുന്നതിന് വേണ്ടിയിട്ട് HIയെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. വളരെയധികം വേദനയോടുകൂടിയാണ് ഞാനിവിടെ നിൽക്കുന്നത്. വേദന എടുക്കേണ്ട സാർ ഇരുന്ന് സംസാരിച്ച കുഴപ്പമില്ല. അതെ, ഞാൻ ഉദ്ദേശിച്ചത് അതല്ല, ശാരീരിക വേദനയല്ല, മാനസികമായി വളരെ വേദനയോടുകൂടിയാണ് ഞാനിവിടെ നിൽക്കുന്നത്. നാം വസിച്ചിരുന്ന ഈ ഭൂമി, ഈ ഗോളം ഇന്ന് വിഷം കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്, വിഷം കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. ഈ ഇരിക്കുന്ന ഫ്ലവർ വേസ്, ഇത് അത് പ്യാരിനെ അവിടുന്ന് കൊണ്ടുവന്ന് വെച്ചാണ്, അല്ല വെറുതെ ഒരു ഭംഗിക്ക് വെച്ചാണ്. അതെ, ഇതിപ്പോ ഭംഗിക്ക് വേണ്ടി ഓക്കെ, കുഴപ്പമില്ല. പക്ഷെ ഈ സാധനം ഇത് പ്ലാസ്റ്റിക് ആണ്, മെയ്ഡ് ഇൻ ചൈന. അപ്പൊ ഇത് എവിടെ നിന്നാണ് വന്നതെന്നുള്ള കാര്യം എല്ലാവർക്കും ബോധ്യമായില്ല. നമ്മുടെ അയൽ രാജ്യമായ ചൈന.